കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ രാവിലെ ഞാൻ പ്രമോ വിശേഷം ഉൾപ്പെടുത്തി ഇട്ടപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അതും കൂടെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാന്ന് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പിങ്കി പോണമെന്നും പറഞ്ഞിട്ട് ഒറ്റ കാലെല്ലാം കൂടെ നിൽക്കുവാണ്. എനിക്ക് ഇവിടുന്ന് പോകണം, എനിക്ക് ഡിവോഴ്സ് കിട്ടണമെന്ന് പറയാം. ഇത് കേട്ടത് അരുന്ധതി പറഞ്ഞു, നീ എന്താ പിങ്കി പറയണേ, നിനക്ക് എന്താ ഒരു ബോധമില്ലേ? ഈ വീട്ടിൽ ഇത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമാ ഡിവോഴ്സ് എന്ന് വേണ്ട ഓരോ മരാമത്തുകളൊക്കെ. ഇതൊക്കെ എന്താ അത് ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലെന്ന് പറയാം. പെട്ടെന്ന് ലക്ഷ്മിയും പറഞ്ഞു, മോളെ പിങ്കി നീ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയാണ്. അപ്പോഴേക്കും ഗൗതമും നന്ദയൊക്കെ അങ്ങോട്ട് വന്നു. പക്ഷെങ്കിൽ ആർക്കും എന്താ കാരണം എന്നറിയത്തില്ല. പിങ്കി ഇപ്പൊ ഈ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒറ്റക്കാലം നിൽക്കുന്നതിന്റെ കാരണം ആർക്കും അറിയില്ലായിരുന്നു. ഈ സമയം അരുന്ധതി അവിടെ കിടന്ന് അലറി വിളിക്കുക, അർജുൻ നീ എവിടെയാ, നീ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയാണ്. അങ്ങനെ അർജുൻ ഇറങ്ങി വന്നു. അല്ല നീയും കൂടെ അറിഞ്ഞിട്ടാണോ അതെന്ന് ചോദിക്കുക. എന്താ വല്യമ്മേ? അല്ല ഇവൾക്ക് ഡിവോഴ്സ് വേണമെന്ന്. അതാണോ? അല്ല അവളുടെ ഇഷ്ടം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ, അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് പറയാനാ, എന്നോട് ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പറയാം. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ ഒത്തോണ്ടുള്ള പണിയല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, അതെ അർജുനെ വെറുതെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, അർജുൻ അതിനകത്ത് തെറ്റുകാരനല്ലെന്ന് പറയാ. ഇത് എന്റെ സ്വന്തം തീരുമാനമാ, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകാന്ന് വെച്ചേ എന്ന് പറയണം. അർജുൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോ അരുന്ധതി പറഞ്ഞു, പിന്നെന്തിനാ നീ ഇവിടുന്ന് പോണേ? എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം ഞാൻ ജീവിതം ഒന്ന് കരിപ്പിടിച്ചോണ്ട് വരുമ്പത്തേനും അത് വേരോടെ അത് പിഴുതെറിഞ്ഞ് കളയുക. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കണേ? എന്റെ ജീവിതം ഇനി ഇവിടെ ഹോമിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാം. പെട്ടെന്ന് അർജുൻ പറഞ്ഞു, നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി എതിരൊന്നും നിൽക്കുന്നില്ല, അല്ലെങ്കിൽ എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ എനിക്കും അതിനോട് താല്പര്യം ഇല്ലെന്ന് പറയാം. പിന്നീട് ദേഷ്യപ്പെട്ട് പിങ്കി അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാം. കുറെ സമയം കഴിഞ്ഞപ്പോൾ അർജുന് വല്ലാത്ത സങ്കടമായി. അർജുന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അർജുന് മനസ്സിലേക്ക് പിങ്കിനെ കുറിച്ചുള്ള ഓരോ ഓർമ്മകളൊക്കെ കടന്നു വരിക. താൻ ആദ്യമായിട്ട് ആദ്യരാത്രി ആ മുറിയിലേക്ക് പ്രവേശിച്ചും അപ്പൊ ഗൗതമേട്ടനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നില്ല. ഇപ്പോഴും പിങ്കിയുടെ മനസ്സിൽ ഗൗതമേട്ടനാണ്. പിന്നീട് അർജുൻ അവിടെ ഇരുന്ന് മദ്യം എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുക. അത് കണ്ടോണാ നന്ദി അങ്ങോട്ട് വരുന്നേ. നന്ദ വന്നിട്ട് ചോദിച്ചു, എന്താ അർജുൻ മദ്യം കുടിച്ച് നശിക്കാൻ തന്നെ തീരുമാനിച്ചോ? ഇതെന്ത് പരിപാടിയൊക്കെ കാണിക്കുന്നേ? ഈ വിഷം കുടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു പരിഹാരം ആവാന്ന് ചോദിക്കും. എനിക്ക് കുറച്ചേരം സമാധാനം കിട്ടുമെങ്കിൽ അതല്ലേ നന്ദ ഞാൻ ചെയ്യണ്ടേ? സമാധാനം ഇത് കുടിച്ച് എത്ര സമയത്തേക്ക് സമാധാനം കിട്ടും? കുറച്ച് സമയത്തേക്കെങ്കിലും എന്റെ ഉള്ളിരുന്ന് വേഗുക. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്കിത് പൊട്ടിക്കരയാൻ പറ്റുന്നില്ല. എന്റെ അവസ്ഥ വേറെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറയാം. നന്ദ പറഞ്ഞു, എനിക്ക് മനസ്സിലാവും. ഇപ്പൊ എന്താ പുതിയ പ്രശ്നം എന്താ? അല്ല പിങ്കിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞതിന്റെ പ്രധാന കാരണം എന്താ? പിങ്കിക്ക് എന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാന്ന് പറയാം. അതൊക്കെ അർജുന്റെ വെറും തോന്നലാന്ന് പറയാം. ഇപ്പൊ പിങ്കി എല്ലാം മറന്ന് അർജുനെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതെനിക്ക് മനസ്സിലായെന്ന് പറയാം. അങ്ങനെ ഒന്നുമില്ല നന്ദേ, ഇപ്പോഴും പിങ്കിയുടെ മനസ്സിൽ ഗൗതമേട്ടൻ മാത്രമേ ഉള്ളൂ, ഞാൻ ഒരിക്കലോ ഇല്ലാന്ന് പറയണം. അങ്ങനെയൊന്നും ഇല്ലാന്നേ, അതൊക്കെ അർജുന് തോന്നല. ഇപ്പൊ പിങ്കി മറ്റെല്ലാം മറന്ന് പതുക്കെ പതുക്കെ അർജുനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ അടയാളമായിരുന്നല്ലോ അവിടെ കിടന്ന് അമ്മാതിരി വഴക്കുണ്ടാക്കിയത്. അതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല, എന്നാലും ഒരു കാര്യം എനിക്ക് ഉറപ്പായി, അർജുനെ ഇപ്പൊ പതുക്കെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ഗൗതം സാറിന്റെ മനസ്സിൽ നിന്ന് പതുക്കെ കളയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ വെറും വാക്ക് പറയുന്നതല്ല, സത്യമായിട്ട് പറയുന്ന വാക്കാ. അധികം വൈകാതെ തന്നെ നിങ്ങൾ നല്ലൊരു ജീവിതം നയിക്കും. ആ ജീവിതം ഞാൻ കാണും, ഉറപ്പായിട്ടുള്ള കാര്യമെന്ന് പറയാം. ഇതേ നന്ദ വെറുതെ ഇങ്ങനെ കള്ളത്തരം പറയേണ്ടതുണ്ട്. കള്ളത്തരമല്ല, ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അർജുനെ ഇപ്പം പിങ്കിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അർജുൻ മനസ്സിലാക്കാതെ പോകുന്നതെന്ന് പറയണം. അങ്ങനൊന്നുമില്ല, അതൊക്കെ വെറും തോന്നലുകൾ മാത്രമാണെന്ന് പറയാം. പിന്നീട് നന്ദ പറഞ്ഞു, വേണ്ട, ഇങ്ങനെ മദ്യം കുടിച്ച് നശിക്കാനുള്ളതല്ല ജീവിതം, ഒന്നും അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരനല്ലേന്ന് ചോദിക്കാം. ഇച്ചിരി എന്താന്ന് പറയുന്നേ, ഈ സങ്കടങ്ങൾ വന്നു കഴിയുമ്പോഴത്തേനും ഇങ്ങനെ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാന്നേന്ന് ചോദിക്കുക. അർജുൻ പറഞ്ഞു, പട്ടാളക്കാരനാന്ന് പറഞ്ഞ് എനിക്കും വികാരങ്ങളും വിചാരങ്ങളും ഉണ്ട്. സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ എന്റെ കണ്ണ് നിറയും. എല്ലാ പട്ടാളക്കാരുടെ അങ്ങനെ തന്നെയാ, അറിയാവോ? ഇതിപ്പോ കുടുംബ പ്രശ്നമാ, ബാക്കിയൊന്നുമല്ല. പിങ്കിയുടെ കാര്യത്തില് കാരണം ഞാൻ എന്റെ ജീവൻ തുല്യ പിങ്കിനെ സ്നേഹിക്കുന്നേ. ഇത്രയൊക്കെ അവളെന്നോട് കാണിച്ചു കൂട്ടിയിട്ടും എനിക്ക് അവളെ മറക്കാനും അല്ലെങ്കിൽ അവളോട് ദേഷ്യപ്പെടാനും എനിക്ക് സാധിക്കുന്നില്ലെന്ന് പറയാം. നന്ദ പറഞ്ഞു, എനിക്കറിയാം അർജുൻ എത്രമാത്രം പിങ്കിനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടാണല്ലോ ഇത്രയും കാലമായിട്ടും ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടും ഇതുവരെയായിട്ട് അവളെ തള്ളിക്കളയോ അല്ലെങ്കിൽ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടുകയൊന്നും ചെയ്യാതിരുന്നേ. അതുകൊണ്ട് എല്ലാം ശരിയാവും, ഞാനല്ലേ പറയണേ, ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് നന്ദ ഇറങ്ങി പോവാണ്. പിന്നീട് കാണിക്കുന്ന സുമംഗലെ എല്ലാവരും കൂടെ ഉണ്ട്. സുമംഗലെ എല്ലാവരും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പിങ്കി അങ്ങോട്ട് വരുന്നേ. പിങ്കി വന്നിട്ട് ചോദിച്ചു, അല്ല എന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമായെന്ന് ചോദിക്കുക. ഇത് കേട്ടതും അരുന്ധതി പറഞ്ഞു, അതെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും, അതിനുള്ള ആൾക്കാർ വരുന്നുണ്ട്. കാരണം സുമംഗലേനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അതെന്തിനാ എല്ലാരെയും വിളിച്ച് പറയണേ? അല്ല
അർജുന്റെ അമ്മ സുമംഗലയാണല്ലോ, ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വേണ്ടേന്ന് ചോദിക്കാം. ഈ സമയം നന്ദ വന്നിട്ട് പറഞ്ഞു, അത് ശരിയാ, കാരണം അപ്പച്ചിയും കൂടെ വരട്ടെ, അപ്പച്ചിയെ തീരുമാനം എടുക്കണ്ടേ, ഞങ്ങൾ ആരുമല്ല. അത് മാത്രമല്ല പിങ്കിയുടെ വീട്ടിൽ നിന്ന് പിങ്കിയുടെ അച്ഛനും കൂടെ വരട്ടെ, എല്ലാവരും കൂടെ ഒരുമിച്ചൊരു തീരുമാനം എടുക്കണ്ടല്ലേ, ഇട്ടെറിഞ്ഞിട്ട് ഒരു നിമിഷം കൊണ്ട് ഓടിപ്പോകാൻ പറ്റുന്ന കാര്യമല്ലോ ഇതെന്ന് പറയാം. ഈ സമയം അരുന്ധതി പറഞ്ഞു, പിങ്കി നീ ഒന്നുകൂടെ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്, എനിക്കിനി ഒന്നും ആലോചിക്കാനില്ലെന്ന് പറയണം. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയാണെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇതിനുമ്പോൾ നടന്നിട്ട് പോലുമില്ല, ഇതിന് മാത്രം എന്ത് പാവമാണ് എൻ്റെ ദൈവം ഞാൻ ചെയ്തത്, എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ലെന്ന് പറയാണ്. ഈ സമയം ഗൗതം വന്നിട്ട് ചോദിച്ചാൽ, എന്താ പിങ്കി നിനക്ക് എന്താ സംഭവിച്ചേ, നിനക്ക് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്, അതാ എങ്ങനെയെന്ന് പറയാണ്. പെട്ടെന്ന് പിങ്കി പറഞ്ഞു, എന്നോട് കൂടുതലായിരുന്നു സംസാരിക്കാൻ വരണ്ട. അല്ല എന്തായിരുന്നു, അല്ല നന്ദ നിനക്കറിയാവോ പിങ്കിക്ക് എന്താ സംഭവിച്ചെന്ന്? എനിക്കൊന്നും അറിയത്തില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയണം. അങ്ങനെ അല്ലായിരുന്നല്ലോ, കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ ചക്കര അടയും പോലെ ഒട്ടി നടക്കുമായിരുന്നല്ലോ, പിന്നീട് ഇപ്പൊ എന്ത് പറ്റി, ഒന്നും കാര്യങ്ങളൊന്നും നിനക്ക് അറിയില്ലേ നന്ദേന്ന് ചോദിക്കണം. നന്ദ പറഞ്ഞു, അത് എന്നോട് പറഞ്ഞാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ അറിയണേന്ന് ചോദിക്കുക. ഈ സമയം നന്ദ ചോദിച്ചു, അല്ല പിങ്കി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നിന്റെ ഈ പോക്കിന്റെ കാരണം ഞാനാണോ അതിന് ഉത്തരവാദിന്ന് ചോദിക്കുക. ഇത് കേട്ടത് പിങ്കി ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് അർജുൻ ചോദിച്ചു, അല്ല പിങ്കി ഞാൻ ഉത്തരം പറ, കാരണം ഗൗതമേണ്ണൻ നന്ദയുടെ ജീവിതമാണ്, അവരുടെ ജീവിതം കൂടെ നീ ആയിട്ട് നശിപ്പിക്കില്ല. അല്ല നന്ദ കാരണമാണ് നീ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് പോകാൻ പോന്നേ. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പിങ്കി അർജുനോട് പറഞ്ഞു, അല്ല അർജുൻ എന്താ തോന്നേ, അർജുന് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളെന്ന് പറയണ, അല്ല നിന്റെ വായിന്ന് തന്നെ ചില കാര്യങ്ങൾ എനിക്ക് കേൾക്കണം, അതുകൊണ്ടാന്ന് പറയാം. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മുന്നിൽ കൂടുതൽ അഭിനയിക്കേണ്ട അർജുൻ, എനിക്കത് ഇഷ്ടമില്ല. കാരണം വെറുപ്പ് നമ്മളോട് ഉണ്ടെങ്കിൽ അത് പുറമെ കാണിക്കുന്ന ഇഷ്ടം, അത് ഉള്ളിൽ വെച്ച് പെരുമാറുന്നതോട് എനിക്ക് താല്പര്യമില്ലെന്ന് പറയാം. ഇത് കേട്ടതും അർജുൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിലുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യത്തെ അവാർഡ് നിനക്കാ കിട്ടേണ്ടത്, കാരണം അഭിനയത്തിനുള്ള നല്ലൊരു ഓസ്കർ അവാർഡ് ഉണ്ടായിരുന്നെങ്കിൽ അത് നിനക്ക് കിട്ടിയാലും ഇവിടുത്തെ ഷോക്കേസ് നീ അത് കൊണ്ട് വെച്ചാനെന്ന് പറയാം. ഇത് കേട്ടത് അരുന്ധതി പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ, രണ്ടുപേരും കൂടി ഇത് എന്തൊക്കെയാ പറഞ്ഞ്, ഞാനിവിടെ നിൽക്കുന്നുണ്ടെന്നുള്ള ചിന്ത പോലെ നിൽക്കണ്ടോ, ഞാൻ പിന്നെ ഇവിടെ എന്തിനാ ഇരിക്കണേ, കുറെ സമയമായല്ലോ തുടങ്ങിയിട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞിട്ട്, ഒന്നുമല്ലേലും നിങ്ങൾ ഇത്ര മുതിർന്ന ആൾക്കാരല്ലേ, നിങ്ങൾക്ക് സ്വയം എന്ന് ചിന്തിച്ചുകൂടെ, വീട്ടിൽ കിടന്നിട്ട് വെറുതെ പടയുണ്ടാക്കാനായിട്ട് വേറെ ഒരു പണിയില്ലേന്ന് ചോദിക്കാം. ഈ സമയം പിങ്കി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എത്രയും പെട്ട് ഡിവോഴ്സ് വേണം, കൂടിപ്പോയാൽ 6 മാസം, അതായത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണെങ്കിൽ കൊടുക്കണമെങ്കിൽ ഡിവോഴ്സ് പേപ്പർ കൊടുക്കുന്നെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ എല്ലാം ഓക്കെ ആയി കിട്ടും, അതുകൊണ്ട് എനിക്ക് 6 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ ഡിവോഴ്സ് വേണമെന്ന് പറയണം. പിന്നെ അതിനുശേഷം എനിക്ക് എന്ത് സംഭവിച്ചാലും നിനക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയാം. ഇത് കേട്ടോ അരുന്ധതി പറഞ്ഞു, അങ്ങനെ അങ്ങ് വരാൻ പറ്റട്ടെ, ഇപ്പൊ നീ ഇവിടുത്തെ മരുമോള് തന്നെയാ, കാരണം നീ ഇവിടുന്ന് ഇറങ്ങി പോകുന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഇറങ്ങി പോകണമെങ്കിൽ അതിന് ചില തടസ്സങ്ങളുണ്ട്, കാരണം നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് എന്തെങ്കിലും കടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തം പറയേണ്ട ഞങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങളെയും കൂടെ ഈ കൊലയ്ക്ക് കൊടുക്കല്ലേ. ഒന്നാമത്തെ കാര്യം അറിയാലോ, ഞാനാണ് പ്രായമായിട്ടിരിക്കുന്ന ഒരാളാ, എനിക്കിത് താങ്ങാനുള്ള ശക്തിയൊന്നുമില്ല, അതുകൊണ്ട് എല്ലാരും കൂടെ വന്ന് നിന്റെ അച്ഛനും അമ്മ എല്ലാരും കൂടെ ഒന്നൊരു തീരുമാനം എടുത്തിട്ട് നീ പോകുവോ വരുവോ എന്ത് വേണം ചെയ്തോ പിങ്കി എന്ന് പറയാണ്. ഈ സമയം ഗൗതം പറഞ്ഞു, അല്ല അതിന് മാത്രം ഇപ്പൊ എന്താ പ്രശ്നം ഉണ്ടായത്, ഡിവോഴ്സിൽ എത്രമാത്രം പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, അർജുനുമായിട്ട് നല്ല സ്നേഹത്തിലായിരുന്നല്ലോ പിങ്കി എന്ന് പറയണം. സ്നേഹം പോലും എന്നോട് കൂടുതലൊന്നും പറയിപ്പിക്കാതിരിക്കുന്ന പേരെന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി അങ്ങോട്ട് കടന്ന് ഉറഞ്ഞു തുള്ളുവാണ്. അപ്പോഴാണ് നന്ദിയെ കാഴ്ച കാണുന്നത്, സുമംഗലാപ്പച്ചി കയറി വരുന്നത്. പെട്ടെന്ന് നന്ദ എന്തേ സുമംഗലാപ്പച്ചി വരുന്നതെന്ന് പറയണം. അങ്ങനെ സുമംഗല അങ്ങോട്ട് കയറി വരുവാണ്, ഒരു കാവി സാരിയും അങ്ങനെ ഒരു രുദ്രാക്ഷമൊക്കെ കഴുത്തിലിട്ട് ഗുരുവായൂർ കുറെ ദിവസത്തെ ഭജന കഴിഞ്ഞിട്ട് വരുന്ന വരവാണ്. പെട്ടെന്ന് അരുന്ധതി അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു, ഇതെന്ത് വേഷം സുമംഗലേന്ന് ചോദിക്കുവാണ്. അല്ല നീ ഇതിപ്പം ഒരു 10 ദിവസത്തെ ഭജന എന്ന് പറഞ്ഞ് പോയിട്ട് ഇപ്പൊ എത്ര ദിവസമായി, എത്ര നാളായെന്ന് ചോദിക്കുക. അതെ അവിടെ പോയി ഇരുന്നിട്ടുണ്ട്, പിന്നെ ദിനരാത്രങ്ങളൊന്നും കൊഴിഞ്ഞു വീഴുന്നു നമ്മൾ അറിയില്ല എന്ന് പറയാണ്, നമ്മളെല്ലാം മറന്ന് അങ്ങനെ ഇരുന്ന് പോകുന്നു പറയാം. നീ എന്താ ഇങ്ങനെ തത്വങ്ങളൊക്കെ പറയണേ, നീ പോയതുപോലെ ഒന്നും അല്ലോ എന്ന് പറയണം. അതെ ഏട്ടത്തേക്ക് അതിനെക്കുറിച്ചൊക്കെ പിന്നീട് മനസ്സിലാന്ന് പറയാം. ഈ സമയം അരുന്ധതി പറഞ്ഞു, അല്ല നീ ഇവിടുത്തെ കാര്യങ്ങൾ വല്ല അറിഞ്ഞോ, പിങ്കി ഇവിടുന്ന് പോവുക, പിങ്കിയും അർജുനും തമ്മിൽ ഡിവോഴ്സ് ചെയ്യാൻ പോവാന്ന് പറയാണ്. അതൊക്കെ ഞാൻ അറിഞ്ഞിരിക്കുന്നു പറയണേ. അറിഞ്ഞോ, എപ്പോ എങ്ങനെ അറിഞ്ഞു? പെട്ടെന്ന് മഹേശ്വരൻ പറഞ്ഞു, ഞാന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സുമംഗലേച്ചിയുടെ, അതുകൊണ്ടായിരിക്കുമല്ലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല, എല്ലാം ഭഗവാൻ എന്റെ കൺമുന്നിൽ കാണിച്ചു തന്നെന്ന് പറയണം. ഭഗവാനോ, അതെങ്ങനെ? അതൊക്കെയുണ്ട്, മഹേശ്വരന്റെ രൂപത്തിലാണ് ഭഗവാൻ എന്റെ കൺമുന്നിലേക്ക് വന്നേന്ന് പറയാം. ആർക്കൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് മഹേശ്വരൻ നേരെ ഗൗതത്തിനെ വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു, അതെ എന്തോ ഇവിടെ ഒരു പിരി ഇളകിയതുപോലെ തോന്നുന്നുണ്ട്, എന്തു പറ്റി? ആകെപ്പാടെ സമനില തെറ്റിയ പോലെ വന്നിരിക്കുന്നതാണെന്ന് പറയാണ്. പിന്നീട് സുമംഗല നേരെ പിങ്കിയുടെ അടുത്തേക്ക് ചെല്ലുക. പിങ്കി പറഞ്ഞു, അതെ ഇവിടുന്ന് പോവണ്ടെന്ന് പറയാനാണെങ്കിൽ വെറുതെ എന്നോട് പറയണ്ട, എനിക്കിനി ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, അർജുന ഞാൻ ഡിവോഴ്സ് കൊടുക്കുമെന്ന് പറയാം. ഇത് കേട്ട സുമംഗല പറഞ്ഞു, നിന്നോട് നിൽക്കണം എന്ന് ആര് പറഞ്ഞു? നിനക്ക് പോകാൻ ഇഷ്ടമാണെങ്കിൽ നീ ഈ നിമിഷം പൊക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയണം. ഗൗതം പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, അപ്പച്ചി എന്ത് വർത്താനാ പറയണേ?
ഇതിനു വേണ്ടിയിട്ടാണ് അപ്പച്ചനെ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഇവര് രണ്ട് രമ്യതയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലേ? അതെ, ഇഷ്ടമില്ലാത്തത് നിന്നിട്ട് കാര്യമില്ല. പിങ്കിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ പിങ്കിയുടെ വഴി നോക്കി പോട്ടെ. പിന്നെ ഞാൻ കയ്യേക്കാലെ പിടിച്ചത് ഒരിക്കലും പിങ്കിനോട് നിർത്തില്ല എന്ന് പറയാണ്. കാരണം ഓരോരുത്തർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. നമ്മള് പ്രശ്നങ്ങളിൽ കൂടെ പോകുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ എന്നും പ്രശ്നങ്ങളാന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് അത് മാത്രമേ കാണത്തുള്ളൂ. അറിയാലോ, പ്രശ്നങ്ങളോ ഇല്ലാത്ത മനുഷ്യന്മാരും ലോകത്തില്ല എന്നും പറഞ്ഞിട്ട് കുറെ തത്വങ്ങളും കൂടെ പറയണം. പിന്നീട് പറഞ്ഞു, ഈ തവണത്തെ എന്റെ വരവിന് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. ഇങ്ങോട്ടൊരു ഗസ്റ്റും കൂടെ ആയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേക്കെന്ന് പറയാണ്. പെട്ടെന്ന് അരുൺ ചേച്ചി, ഗസ്റ്റ് അതാരാ? മോളെ നയനെ അങ്ങോട്ട് വിളിക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊരു പെൺകുട്ടി അങ്ങോട്ട് വരുവാണ്. സാരിയൊക്കെ എടുത്ത് ഇതുപോലെ തന്നെ വേഷമൊക്കെ ധരിച്ച് കായ് വേഷമൊക്കെ ധരിച്ചാ വരുന്നത്. ഒരു സന്യാസിനിയെ പോലെ കണ്ടിട്ടുണ്ടാ തോന്നും. അങ്ങനെ നയന വന്നു. നയന വന്നപ്പോഴത്തേനും സുമംഗലി വെച്ച് ഇവിടെ ആർക്കെങ്കിലും പരിചയം ഉണ്ടോ എന്ന് ചോദിക്കാം. പെട്ടെന്ന് അർജുൻ അങ്ങോട്ട് വന്ന് നിന്നു. കുറെ സമയം നോക്കിയിട്ട് നയനയല്ലേ? നീയോ നയനെ? ആഹാ, കൊള്ളാലോ. ഇതെന്ത് വേഷമാടി ഇത്? നിന്നെ കണ്ടിട്ട് പോലും എനിക്ക് മനസ്സിലായല്ലോ. എന്റെ ദൈവമേ, ആകെപ്പാടെ നിനക്ക് അടിപൊളി മാറ്റമുള്ളൂ എന്ന് പറയാണ്. എന്ന് പറഞ്ഞിട്ട് ആ കൈ പിടിച്ച് കുലുക്കാൻ ചെന്നപ്പോഴത്തേനും പെട്ടെന്ന് ഇങ്ങോട്ട് നീങ്ങി നയന. എന്നിട്ട് പറഞ്ഞതേ, ഞാൻ വ്രതത്തിലാ, ദേഹം തൊട്ട് അശുദ്ധമാക്കലെന്ന് പറയാണ്. ഇത് കേട്ടത് അർജുനൊന്നും ഞെട്ടി. ഇവൾക്ക് ഇത് എന്ത് പറ്റിയെന്നുള്ള രീതിയിൽ. പിന്നീട് ഗൗതം പറഞ്ഞേ, നയന നീയായിരുന്നോ അത്? എനിക്കങ്ങോട്ട് പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഹായ് എന്ന് പറഞ്ഞിട്ട് കൈ അങ്ങോട്ട് നീട്ടുവാണ്. പെട്ടെന്ന് നയന എന്ത് ചെയ്യുവാണ്, ഷെയ്ക്കാൻ്റെ കൊടുക്കാതെ ഒരു നമസ്കാരം പറയുവാണ്. ഗൗതം എന്തോ പോലെയപ്പേ ഇതെല്ലാം കണ്ടുകൊണ്ട് നന്ദ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. പിങ്കി അതുപോലെ തന്നെയുണ്ട്. പിന്നീട് സുമംഗല പറഞ്ഞു, ഇവൾ ആരാന്ന് മനസ്സിലായെന്ന് ചോദിക്കുവാണ്. ഇത് എന്റെ ആങ്ങളയുടെ മോളാന്ന് പറയണ. പെട്ടെന്ന് അർജുൻ പറഞ്ഞു, എന്റെ അപ്പച്ചിയുടെ മോളാന്ന് പറയാണ്. ഇത് കേട്ടതും എല്ലാവരും ഒരു നിമിഷം പരസ്പരം നോക്കി. എല്ലാവരും എന്ന് പറഞ്ഞാൽ പിങ്കിയും നന്ദയൊക്കെ ആദ്യമായിട്ട് കാണുമായിരുന്നു നയനെ. പിന്നീട് നയന പറഞ്ഞു, അതെ ഞാൻ കുളിച്ച ഡ്രസ്സൊക്കെ ഒന്ന് മാറി വരട്ടെ, ഇപ്പം വ്രതത്തിലായതുകൊണ്ട് എങ്ങനെ ഒന്ന് ഡ്രസ്സൊക്കെ മാറി വരട്ടെ, എനിക്കുള്ള മുറി ഏതാന്ന് വെച്ചാൽ കാണിച്ചു തരാൻ പറയണേ. അങ്ങനെ മുറി കാണിച്ചു കൊടുക്കാണ്ട് പവിത്ര അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് കാണിക്കുന്ന അടുക്കളയിലെ ലക്ഷ്മിയമ്മ തകൃതിയായിട്ടൊക്കെ പണി നടത്തുവാണ്. മോഹിനിയുണ്ട്, പവിത്രയുണ്ട്. അപ്പോഴാണ് നന്ദ അങ്ങോട്ട് വരുന്നത്. നന്ദ വന്നിട്ട് ചോദിച്ചു, അല്ല ലക്ഷ്മിയമ്മേ, എന്റെ സഹായം എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുക. തൽക്കാലത്തേന് വേണ്ട, അല്ല ചോറും കറികളും എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് അതൊക്കെ ഇവിടെ റെഡിയാ. പിന്നെ ചോറിച്ചിലൂടെ വേണമായിരുന്നു, അതൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറയാണ്. പിന്നീട് നന്ദയും കൂടെ അങ്ങോട്ട് കയറി ചെല്ലുക. അല്ല, ഞാൻ ഒരു സംശയം ചോദിച്ചിട്ട് ലക്ഷ്മിയമ്മ, എന്താ? ഈ നയനെ ഇവിടെ ആർക്കും അറിയത്തില്ലായിരുന്നു ചോദിക്കുക. അറിയത്തില്ലെന്നോ? അല്ല, ലക്ഷ്മിയമ്മയ്ക്ക് എങ്ങനെ അറിയാവുന്നേ? അതെ, നയനമോള് കുഞ്ഞിലെ തൊട്ട് ഇവിടെ വരുമായിരുന്നു. ഇവിടുത്തെ മൂന്നമ്മമാരും നയനമോളും കൂടെ ആയിരുന്നു പിന്നെ കൂട്ട്. പിന്നെ അവരുടെ തറവാട്ട് വീട്ടിലേക്ക് പോകും, അവിടെ കുറെ സമയം നാളെ നിൽക്കും, പിന്നെ ഇവിടെ വരും. ഇവരെല്ലാം കൂടെ ഇങ്ങനെ കുത്തിമറിഞ്ഞ് നടന്നുകൊണ്ടിരുന്നല്ലേ? മോഹിനി പറഞ്ഞു, ശരിയാ, 3 പേരും പിന്നെ നയനമോളും കൂടെ ആയിരുന്നു കൂട്ട്. ഏത് പാതിരാത്രിയെന്നോ പകലെന്നോ ഒന്നുമില്ല, എപ്പോഴും കെട്ടിമറിഞ്ഞ് നടക്കുന്ന സ്വഭാവമായിരുന്നു. ഈ സമയത്താണ് പിങ്കി അങ്ങോട്ട് വന്ന്. പിങ്കി കേട്ടി പറയുന്നത്. പിങ്കി അങ്ങോട്ട് പറഞ്ഞു നിൽക്കുക. പിങ്കി വന്ന് ഇവരും കണ്ടില്ല. അല്ല, അതിനുശേഷം എന്ത് സംഭവിച്ചു? ഇപ്പൊ എന്താ അവരായിട്ട് കമ്പനി ഇല്ലേന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ എല്ലാരും മുതിർന്നു പോയില്ലേ, അപ്പൊ അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ സംഭവിക്കില്ലെന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ ഉണ്ടോന്ന് നന്ദ ചോദിക്കുക. ഈ സമയം ലക്ഷ്മി പറഞ്ഞു, മതി മോഹിനി, മതി പറഞ്ഞെന്ന് പറയണേ. അല്ല, എന്താ മോഹിനി ചെറിയ പറയാൻ വന്നത്? എന്തോ കാര്യം പറയാൻ വന്നല്ലോ. അതെ, അർജുന്റെ കാര്യം തന്നെയാ. കാരണം അർജുനെ നയനമോക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് കേട്ടതും പിങ്കി ഒന്ന് ഞെട്ടുവാണ്. ഇഷ്ടമായിരുന്നോ? അതെ, കാരണം അർജുനെ കല്യാണം കഴിക്കാനായിട്ട് നയനയുടെ വീട്ടുകാർക്കും ഒക്കെ ഇഷ്ടമായിരുന്നു. നയനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിട്ട് അവർക്ക് സമ്മതമായിരുന്നു. പക്ഷെ അരുന്ധതി അടുത്ത് സമ്മതിക്കാത്തതുകൊണ്ട് മാത്രമാണ് നയനയുമായിട്ടുള്ള വിവാഹം നടക്കാതെ പോയെന്ന് പറയാണ്. ഇത് കേട്ടതും പിങ്കിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആകെപ്പാടെ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് പിങ്കി. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു. പിന്നീട് മോഹിനി പറഞ്ഞു, ഇതുവരെയായിട്ടും കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പറയണം. ഇത് കേട്ട നയന പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ടില്ലേ? അത് കൊള്ളാലോ. പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു? ഈ സന്യാസിനി വേഷമൊക്കെ ഇട്ടിരുന്നു, ഒന്നും ഒരിടത്തും കൂടെ എത്തുന്നില്ലോ. പെട്ടെന്ന് പവിത്ര പറഞ്ഞു, അല്ല, എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെന്ന് പറയണം. എന്ത് ഐഡിയ? അല്ല, ഒരു കാര്യം ചെയ്താലോ? ഒരു സമയത്ത് നയനേച്ചി ഒത്തിരി ഇഷ്ടപ്പെട്ടാന്നല്ലേ പറഞ്ഞ അർജുനേട്ടനെ. അങ്ങനെയാണെങ്കിൽ ഇനി അവർ തമ്മിൽ വിവാഹം കഴിച്ചാൽ എന്താ കുഴപ്പമിരിക്കണേ? ഈ സമയം ലക്ഷ്മി പറഞ്ഞു, നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കുകയാണ്. അതെ, എന്താ കുഴപ്പം? പിങ്കി ചേച്ചി പോകാൻ പോവല്ലേ, അപ്പൊ ആ സ്ഥാനത്തേക്ക് നയന ചേച്ചി വരട്ടെ, എങ്ങനെയുണ്ട്? അല്ലെങ്കിൽ ഇപ്പം നേരത്തെ നയനടുത്ത് ഇങ്ങോട്ട് വരുമായിരുന്നെങ്കിൽ ഇവിടുത്തെ മരുമോള് നയനടുത്തല്ലേ ആകൊണ്ടായിരുന്നുള്ളൂ, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. ഇത് കേട്ടത് മോഹിനി, ആ ശരിയാ, പവിത്രമായ ശരിയായിട്ടുള്ള കാര്യമെന്ന് പറയാണ്. ഇതൊക്കെ കേട്ടോണ്ട് ആകെപ്പാടെ തകർന്ന് തരിപ്പണമായിട്ട് പിങ്കി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. കാരണം ഇന്നിനിപ്പം നെക്സ്റ്റ് വീക്ക് പ്രമായി ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പൊ ഇന്നല്ലെങ്കിൽ ഇന്ന് രാത്രി ഇടാൻ പറ്റിയില്ലെങ്കിൽ നാളെ ആയിരിക്കും ഞാൻ നെക്സ്റ്റ് വീക്ക് പ്രമോ ഇടുന്നത്. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.